ഹലോ പ്രിയ വ്യാപാരികൾ, നിങ്ങൾക്കൊപ്പം ജയ് ഖർലത. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിഗണിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇനി കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം. വധതവേദ കനഹ്മ ഡക്മനെ രമതെലതെക്കരെ അവലോകനം 2025 മെയ് 23 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ജെയ്ത് ഖരലത കമ്പനി സതവേദ കനഹ്മ മിലിയൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ലതുവിലെ അമിരുദ് അഡര്യാന് 22 സംഘടനകൾ വിലയിരുത്തലിൽ പങ്കെടുക്കുന്നു. ഇത് തികച്ചും പ്രാതിനിധ്യമാണ്. വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിൾ നോക്കുക. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: -8ൽ 10 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 0.9 പോയിന്റാണ്. നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം 1.9 പോയിന്റാണെന്ന് കാണാൻ കഴിയും. കമ്പനിയുടെ -8 പോയിന്റിന്റെ റേറ്റിംഗിനെതിരെ ശതവേദ കലശമ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. സതവേദ കലശമ മിലിയൻ ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. സതവേദ കലശമ -3.8% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 11.3%. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം സതവേദ കനശമത് മൂല്യം $6.48 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $48 ബില്യൺ ആണ്. വ്യതിരിക്ത കലഹ്മത് 13.495% വിഹിതം വഹിക്കുന്നു. ഇത് ഉപവിഭാഗത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.34 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $14 ബില്യൺ ആണ്. വ്യതിരിക്ത കലഹ്മത് 2.379%. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം. പങ്കിടുക. സതവേദ കലഹ്മത് ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 13.495%. പുസ്തക മൂല്യം മൂലധനം 2.379%. ഇത് വിപണി മൂല്യവിഹിതത്തേക്കാൾ 82% കുറവാണ്. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം, -1 പോയിന്റ്. സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $0.71 ബില്യൺ ആണ്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ 209.1%. കമ്പനിയുടെ ഡെറ്റ് പ്രകടന സ്കോർ വളരെ മോശമാണ്, -2 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം 0 ആണ്. ഉപവിഭാഗം 0 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിപണി മൂല്യത്തിന്റെ റേറ്റിംഗ് ലാഭത്തിലേക്ക് വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $156 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള പ്രവചന ലാഭം $65 മില്യൺ ആണ്. നിലവിലുള്ളതിനേക്കാൾ 58.1% കുറവ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 11.5 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 7 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 64% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യത്തിന്റെയും വരുമാന അനുപാതത്തിന്റെയും മൂല്യനിർണ്ണയം ടോയ്ലറ്റ് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $560 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് അങ്ങേയറ്റം പ്രതികൂലമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം, -1 പോയിന്റ്.
മാർജിനലിറ്റി -27.7%. ഉപവിഭാഗത്തിലെ ശരാശരി -16.1%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 11.6%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 9.143%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 48% കുറവാണ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക $9,985 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $6,765. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 47.6%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം -$239.9 -$156.1 ഉപവിഭാഗത്തിന് ശരാശരി. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 54%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോലറ്റ് -0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം $866,000. ഉപവിഭാഗത്തിൽ $968,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 12%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് 9.1%. ഉപവിഭാഗത്തിന് ശരാശരി 7.9%. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ അപകടസാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. സൂചകം GE14 കമ്പനിക്ക് 58% നിലവാരം കാണിക്കുന്നു. സദവേദ കലഹ്തമൽ. ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം 57%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $100 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $126 ആണ്. യഥാർത്ഥ വിലയും സമവായ പ്രവചന ചലനാത്മകതയും ഏകദേശം 25%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഡേറ്റ് കഴുലത്. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി സദവേദ കലഷ്ടം നിർമ്മയെ മൂല്യനിർണ്ണയത്തിന്റെ വിവര സംവിധാനം ജേഡ് കഴുലത ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. $100.34 ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയം ഉള്ളതിനാൽ ഇടപാട് തുറന്നിരിക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ് നടത്തിയത്. അക്യുമിന്റെ സൂചിക. എടുക്കുക ലാഭം 87.42 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 113.26 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 ജൂൺ 22 സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ വനൽബെക്കയെ പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ്. രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വലിയ നന്ദി. ചെയ്ത് കഴുകരുത്.